സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അസാധാരണ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ വളരെ വളരെ ഗൗരവമുള്ള ഒന്ന്. അമീബിക് ബ്രെയിൻ ഫീവർ. അതെ, വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ പ്രൈമറി അമീബിക് മെനിങ്കോഎൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ പാം എന്ന് പറയും. പാം. ഈ രോഗം എന്താണ്, എങ്ങനെ വരുന്നു, ലക്ഷണങ്ങൾ, അതിന്റെ ഒരു ഭവിഷ്യത്തുകൾ ഇതൊക്കെ പറയുന്നുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ലക്ഷ്യമെന്താ? ഈ അപൂർവ രോഗത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം നൽകുക. എന്നാൽ ഒരു പേടിപ്പിക്കൽ വേണ്ട. തീർച്ചയായും ആവശ്യമില്ലാത്ത ഭീതി വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ചെടുത്ത് നിങ്ങളോട് സംസാരിക്കുക. അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്താണ് ഈ അമീബിക് ബ്രെയിൻ ഫീവർ? പേര് കേൾക്കുമ്പോൾ തന്നെ തലച്ചോറുമായി ബന്ധമുണ്ട് എന്ന് പിടികിട്ടുന്നുണ്ട്. അതെ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ, അതായത് തലച്ചോറിനെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഒരു അണുബാധ. അണുബാധ. ഇത് വളരെ പെട്ടെന്ന് ഗുരുതരമാകും. പിന്നെ ഭൂരിഭാഗം കേസുകളും മരണത്തിൽ അവസാനിക്കും. അയ്യോ. ഇതിന് കാരണം ഒരു പ്രത്യേകതരം അമീബയാണ്. നെഗ്ലേറിയ ഫൗളറി എന്നാണ് ഇതിന്റെ പേര്. നെഗ്ലേറിയ ഫൗളറി. അതെ, ഒരു ഏകകോശ ജീവി. ഇതിന് സാധാരണയായി കാണുന്നത് ചൂടുള്ള ശുദ്ധജലത്തിലാണ്. ചൂടുള്ള ശുദ്ധജലം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സാധാരണ കുളിക്കാൻ പോകുന്ന പുഴയിലോ കുളത്തിലോ ഒക്കെ ഇത് കാണുമോ? പ്രധാനമായും തടാകങ്ങള്, പുഴകള്, പിന്നെ ഈ ചൂടുനീരുറവകളില്ലേ, ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സ്. അവിടെയൊക്കെ. അതുപോലെ വേണ്ടത്ര ക്ലോറിൻ ഇടാത്ത നീന്തൽക്കുളങ്ങള്, അവിടെയൊക്കെ ഈ അമീബയ്ക്ക് വളരാൻ പറ്റിയ സാഹചര്യമാണ്. അതായത് കുറഞ്ഞ ക്ലോറിനുള്ള അല്ലെങ്കിൽ ശുചിയാക്കാത്ത സ്വിമ്മിംഗ് പൂളുകള്. അതെ. പിന്നെ ചിലപ്പോൾ ഈ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ചൂടുവെള്ളം കലരുന്ന ഇടങ്ങളിലും ഇതിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ അമീബ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത്? ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നീന്താറുണ്ടല്ലോ. ഈ വെള്ളം കുടിച്ചാൽ മതിയോ? അതാണോ പ്രശ്നം? അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. പലർക്കും അവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ അമീബയുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സാധാരണയായി അണുബാധയുണ്ടാവാറില്ല. ഓഹോ. നമ്മുടെ വയറ്റിലെ ആസിഡൊക്കെ അതിനെ നശിപ്പിക്കും. പിന്നെ ഇതൊരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒന്നല്ല. ആശ്വാസം. പിന്നെങ്ങനെയാണ് ഇത് വരുന്നത്? പ്രശ്നം വരുന്നത് ഈ അമീബയുള്ള വെള്ളം അത് ഏതെങ്കിലും രീതിയിൽ മൂക്കിലൂടെ അകത്തേക്ക് കയറുമ്പോഴാണ്. മൂക്കിലൂടെയോ? അതെ, നല്ല ശക്തിയിലുള്ളിലേക്ക് കയറണം. ഉദാഹരണത്തിന് ഈ പറഞ്ഞ തടാകങ്ങളിലോ പുഴയിലോ ഒക്കെ നീന്തുമ്പോൾ, അല്ലെങ്കിൽ ഡൈവ് ചെയ്യുമ്പോൾ. മുങ്ങാങ്കുഴിയിടുമ്പോഴൊക്കെ. അതെ. അപ്പോ വെള്ളം ശക്തിയായി മൂക്കിലേക്ക് അടിച്ചു കയറാൻ സാധ്യതയുണ്ടല്ലോ. ശരിയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മൂക്കാണ് ഇതിന്റെ എൻട്രി പോയിന്റ്. അപ്പോ മൂക്കിലൂടെ കയറുന്ന അമീബ അത് നേരെ തലച്ചോറിലേക്ക് എത്തുന്നു. അവിടെയാണല്ലേ കാര്യങ്ങള് ശരിക്കും പ്രശ്നമാകുന്നത്? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. മൂക്കിന്റെ ഉള്ളിലെ ശ്ലേഷ്മസ്തരം, അതായത് മ്യൂക്കോസ, അതിലൂടെ ഇത് കടക്കും. എന്നിട്ട് അവിടെയുള്ള ഘ്രാണനാഡി, മണമറിയാനുള്ള നാഡിയില്ലേ, ഉണ്ട്. ഓൾഫാക്ടറി നെർവ്, ഉണ്ട്. അതുവഴി നേരെ തലച്ചോറിലേക്ക് ഒരു എളുപ്പവഴിയാണതിന്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തലച്ചോറിലെ കോശങ്ങളെ ശരിക്കും പറഞ്ഞാൽ തിന്നു തുടങ്ങും, നശിപ്പിക്കും. ദൈവമേ. ഇത് കാരണം തലച്ചോറിൽ ഭയങ്കരമായ വീക്കം, ഇൻഫ്ലമേഷൻ, രക്തസ്രാവം, കോശനാശം ഇതൊക്കെ സംഭവിക്കും. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ എപ്പോഴാ കണ്ടു തുടങ്ങുക? പെട്ടെന്ന് അറിയാൻ പറ്റുമോ? സാധാരണഗതിയിൽ അമീബ ശരീരത്തിൽ കയറി ഒരു 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കാണിക്കും. 1 മുതൽ 9 ദിവസം? അതെ, ചിലപ്പോൾ ഒരു 12 ദിവസം വരെ എടുക്കാം. പക്ഷേ ശരാശരി ഒരു 5 ദിവസത്തിനുള്ളിൽ വരും. വളരെ പെട്ടെന്നായിരിക്കും ലക്ഷണങ്ങൾ വരുന്നത്. രോഗം ഒരു രക്ഷയുമില്ലാത്ത വേഗത്തിൽ മൂർച്ഛിക്കുകയും ചെയ്യും. അത്ര പെട്ടെന്നോ? അതെ. അതായത് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനോ ഒക്കെ വളരെ കുറച്ച് സമയമേ കിട്ടൂ. എന്തൊക്കെയാണ് ആ ആദ്യ ലക്ഷണങ്ങൾ? സാധാരണ അസുഖം പോലെയേ തോന്നുള്ളൂ. തുടക്കത്തിൽ അങ്ങനെയാണ്. അതാണ് ഇതിലെ ഒരു പ്രശ്നം. നെറ്റിയുടെ ഭാഗത്തായിട്ട് നല്ല കഠിനമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, ഇതൊക്കെയാണ് സാധാരണ ആദ്യം കാണുന്നത്. ഇതൊക്കെ സാധാരണ വൈറൽ ഫീവറിലും കാണാറുണ്ടല്ലോ. കഴുത്തുറയ്ക്കുക, സ്റ്റിഫ് നെക്ക് എന്ന് പറയും. കഴുത്ത് തിരിക്കാൻ പ്രയാസം. അതെ, തല മുന്നോട്ട് കുനിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇത് മെനിഞ്ചൈറ്റിസിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പൊ ഈ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ സാധാരണ പനിയോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് പോലെയൊക്കെ ഡോക്ടർമാർക്ക് പോലും തോന്നാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും. അതുതന്നെയാണ് ഇതിന്റെ രോഗനിർണയം വൈകാൻ ഒരു പ്രധാന കാരണം. കാരണം ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് തുടക്കത്തിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്.
അപ്പൊ എങ്ങനെയാ തിരിച്ചറിയുക? അവിടെയാണ് രോഗിയുടെ ഹിസ്റ്ററി പ്രസക്തമാകുന്നത്. അടുത്ത കാലത്ത് എവിടെയെങ്കിലും ശുദ്ധജലത്തിൽ കുളിക്കുകയോ നീന്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. രോഗം മുന്നോട്ടു പോകുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാ കാണുക? ലക്ഷണങ്ങൾ മാറുവോ? രോഗം പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങൾ വരും. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ. അതായത് രോഗിക്കൊരു സ്ഥലകാലബോധം നഷ്ടപ്പെടുക, കൺഫ്യൂഷൻ, ചുറ്റും നടക്കുന്നതിനോട് പ്രതികരിക്കാതിരിക്കുക, പിന്നെ വെളിച്ചത്തിലേക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഫോട്ടോഫോബിയ എന്ന് പറയും. ഓക്കേ. കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ ഒന്നുള്ളത് രണ്ടായി കാണുക, ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാം. ഹാലൂസിനേഷൻസ് ഹാലൂസിനേഷൻസ് വരെ ഉണ്ടാകുമോ? ഉണ്ടാകാം. പിന്നെ ശരീരത്തിന്റെ ബാലൻസ് പോവുക, സംസാരം കുഴയുക, അപസ്മാരം വരാം, സീഷേഴ്സ്. സീഷസ്. അതെ, രോഗിയുടെ മാനസിക നിലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അതും ഒരു പ്രധാന സൂചനയാണ്. നേരത്തെ പറഞ്ഞല്ലോ രോഗം ഭയങ്കര വേഗത്തിൽ മൂർച്ഛിക്കുമെന്ന്. അപ്പോ ഇത് എത്രത്തോളം അപകടകരമാണ്? മരണസാധ്യത? ഇത് അങ്ങേയറ്റം അപകടകരമായൊരവസ്ഥയാണ്. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഒരു 3 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ രോഗിയുടെ നില വളരെ മോശമാകും. മരണം സംഭവിക്കുകയും ചെയ്യാം. അതാണിതിനെ ഇത്രയും മാരകമാക്കുന്നത്. തലച്ചോറിന് അത്രയും വേഗത്തിൽ നാശം സംഭവിക്കുന്നു. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മോശമാവുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? രോഗനിർണയം അത്ര എളുപ്പമല്ലെന്നു പറഞ്ഞല്ലോ. എന്ത് ടെസ്റ്റുകളാണ് ഇതിനുള്ളത്? രോഗനിർണയം ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതൊരു അപൂർവ രോഗമായതുകൊണ്ട് ഡോക്ടർക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊരു സംശയം തോന്നണം. ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ എന്ന് പറയും. അതെ. പ്രത്യേകിച്ചും രോഗിക്ക് ഈ അടുത്ത കാലത്ത് ചൂടുള്ള ശുദ്ധജലവുമായിട്ട് സമ്പർക്കമുണ്ടായിട്ടുണ്ടെന്നറിഞ്ഞാൽ ഈ സാധ്യത ഉറപ്പായും പരിഗണിക്കണം. രോഗം ഉറപ്പിക്കാൻ പല വഴികളുണ്ട്. 1. രോഗിയുടെ ഹിസ്റ്ററി, നേരത്തെ പറഞ്ഞ പോലെ. ശരി. 2. നട്ടെല്ലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുക, CSF ടെസ്റ്റ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അതെ, ആ ദ്രാവകം പരിശോധിക്കുമ്പോൾ സാധാരണയായി വെളുത്ത രക്താണുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും, പ്രോട്ടീൻ കൂടുതലായിരിക്കും, ഗ്ലൂക്കോസ് കുറവായിരിക്കും ചിലപ്പോൾ. വളരെ അപൂർവമായി ആ ദ്രാവകത്തിൽ തന്നെ ഈ അമീബയെ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റിയേക്കാം. നേരിട്ട് കാണാൻ പറ്റുമോ? പറ്റിയേക്കാം. അത് കണ്ടാൽ പിന്നെ ഉറപ്പിക്കാം. പക്ഷെ അത് എപ്പോഴും സാധിക്കണമെന്നില്ല. ഓക്കെ. 3. കൂടുതൽ സ്പെസിഫിക് ആയ ടെസ്റ്റുകളുണ്ട്. PCR ടെസ്റ്റ്. PCR. അതെ, ഈ CSF സാമ്പിളിൽ നിന്ന് നെഗ്ലറിയായ്ഡ് DNA കണ്ടെത്താൻ പറ്റും. അതുപോലെ അതിന്റെ പ്രോട്ടീൻ കണ്ടുപിടിക്കാനുള്ള ആന്റിജൻ ടെസ്റ്റുകളുമുണ്ട്. ഇതൊക്കെ കൂടുതൽ കൃത്യമാണ്. ഓക്കെ. പിന്നെ സ്കാനിംഗ്. തലച്ചോറിന്റെ CT അല്ലെങ്കിൽ MRI സ്കാൻ എടുത്താൽ തലച്ചോറിലെ നീർക്കെട്ട്, ചിലപ്പോൾ രക്തസ്രാവം, കോശങ്ങൾ നശിച്ചത്, അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത് ഈ രോഗത്തിന് മാത്രമുള്ള ലക്ഷണമല്ല. വേറെ പല അസുഖങ്ങളിലും തലച്ചോറിൽ നീർക്കെട്ടുണ്ടാകാം. അതുകൊണ്ട് സ്കാൻ മാത്രം വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായി. അപ്പോ രോഗനിർണയം തന്നെ ഇത്രയും സങ്കീർണമാണെങ്കിൽ ചികിത്സ അതും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? പ്രോഗ്നോസിസ്, അതായത് രോഗഫലം എന്താണ്? അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. ഇതിന്റെ പ്രോഗ്നോസിസ് വളരെ മോശമാണ്. വളരെ മോശം. അതായത് മരണനിരക്ക് 95% മുകളിലാണ്. 95%? അതെ. ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. മിക്ക മരണങ്ങളും ലക്ഷണങ്ങൾ തുടങ്ങിയൊരു 1 മുതൽ 18 ദിവസത്തിനുള്ളിൽ സംഭവിക്കും. പക്ഷെ ശരാശരി എടുത്താൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കാം. എന്തുകൊണ്ടാണ് മരണനിരക്ക് ഇത്രയും കൂടുതലായിരിക്കുന്നത്? എന്താണ് പ്രധാനമായും മരണത്തിലേക്ക് നയിക്കുന്നത്? പ്രധാന കാരണം തലച്ചോറിൽ പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ടിലെ റാപ്പിഡ് സെറിബ്രൽ എഡീമ. അത് കാരണം തലയോട്ടിക്കുള്ളിലെ പ്രഷർ കൂടും. ഇൻട്രാക്രേനിയൽ പ്രഷർ. അതെ, റേസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. തലയോട്ടിക്ക് വികസിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഉള്ളിൽ നീര് കൂടുമ്പോൾ പ്രഷർ കൂടും. ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. പിന്നെ തലച്ചോറിന്റെ ഭാഗങ്ങൾ സ്ഥാനഭ്രംശം സംഭവിക്കും. ബ്രെയിൻ ഹെർണിയേഷൻ എന്ന് പറയും. ബ്രെയിൻ ഹെർണിയേഷൻ. അതെ, തലച്ചോറിന്റെ ഭാഗങ്ങൾ അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തള്ളി നീക്കപ്പെടും. ഇത് ശ്വാസം നിയന്ത്രിക്കുന്ന ബ്രെയിൻ സ്റ്റെം പോലുള്ള ഭാഗങ്ങളെ അമർത്തും. അതാണ് പെട്ടെന്നുള്ള മരണത്തിലേക്ക് നയിക്കുന്നത്. അതോടൊപ്പം അപസ്മാരം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, സ്ഥിരമായ നാഡീവൈകല്യങ്ങൾ, ഇതൊക്കെ സങ്കീർണതകളാണ്. അപ്പോ രക്ഷപ്പെടാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ? അതിജീവനം അത്യപൂർവമാണ്. സർവൈവൽ റിമെയിൻസ് എക്സെപ്ഷണൽ എന്നാണ് പറയുന്നത്. ഓ.
ലോകത്തിതുവരെ 100 കണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ വളരെ കുറച്ചുപേർ മാത്രമാണ് രക്ഷപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അഥവാ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് രക്ഷപ്പെട്ടാൽ തന്നെ അപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമോ? പലപ്പോഴും ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഗുരുതരമായ നാഡീസംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവാം. ഓർമ്മക്കുറവ്, പഠിക്കാൻ ബുദ്ധിമുട്ട്, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, നടക്കാനും മറ്റുമുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയെല്ലാം വരാം.